99% ആൾക്കാരും റീൽസ് അപ്ലോഡ് ചെയ്യുന്ന തന്നെ തെറ്റായ രീതിയിലാണ്. സോ നിങ്ങൾ എത്ര തന്നെ വീഡിയോസ് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാലും അതിനെ എത്രമാത്രം അടിപൊളിയായിട്ട് കളർ ഗ്രേഡ് ചെയ്താലും ഇൻസ്റ്റാഗ്രാമിലെ ഈ ഒരു 6 സെറ്റിംഗ്സ് മാറ്റാതെ നിങ്ങളുടെ റീൽസിനൊന്നും വ്യൂസും അല്ലെങ്കിൽ റീച്ച് കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. പിന്നെ 99% ആൾക്കാരും റീൽസ് അപ്ലോഡ് ചെയ്യുന്ന തന്നെ തെറ്റായ രീതിയിലാണ്. സോ നിങ്ങൾ ഈ ഒരു 6 സ്റ്റെപ്സ് കണ്ടു എന്നിട്ട് ഈ ഒരു കാര്യം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും റീച്ചിലും വ്യൂസിലൊക്കെ ഒരു വ്യത്യാസമുണ്ട്. സോ സ്റ്റെപ്പ് നമ്പർ 1 സെറ്റിംഗ്സ് ആൻഡ് ആക്ടിവിറ്റി എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് പോവുക. അതിനകത്ത് ഫ്ലാഗ് ഫോർ റിവ്യൂ എന്ന് പറയുന്ന ഓപ്ഷനെ ഓഫ് ആക്കി വെക്കുക. നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്ന സ്പാം ആയിട്ടുള്ള ആൾക്കാരെ അല്ലെങ്കിൽ സ്പാം ആയിട്ടുള്ള റീച്ച് കാര്യങ്ങളൊക്കെ ഒഴിവാക്കി നിങ്ങളുടെ നീഷിലെ ഫോളോവേഴ്സിലേക്കും അങ്ങനെയുള്ള റീച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഈ ഒരു കാര്യം ഹെൽപ്പ് ചെയ്യും. സ്റ്റെപ്പ് നമ്പർ 2 എന്ന് പറയുന്നത് നമ്മുടെ അക്കൗണ്ട് ആക്ടിവിറ്റി, അതായത് നമ്മുടെ അക്കൗണ്ടിന്റെ ഇൻഫർമേഷനിലുള്ള ഞാനിപ്പോ ഡിസ്പ്ലേയിൽ കാണിക്കുന്ന ഈ ഒരു പേജിലേക്ക് പോയിട്ട് ഇതിനകത്ത് നമ്മൾ അലോ പബ്ലിക് ഫോട്ടോസ് ആൻഡ് വീഡിയോസ് ടു അപ്പിയർ ഇൻ സെർച്ച് എഞ്ചിൻ എന്ന ഓപ്ഷൻ നിങ്ങൾ ഓൺ ആക്കി വെക്കും. ഏതൊരു സെർച്ച് എഞ്ചിനിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഫോട്ടോസ് കാര്യങ്ങൾ അതിനകത്ത് വരാൻ, അതും നമ്മൾ പബ്ലിക്കായിട്ട് ഷെയർ ചെയ്തിട്ടുള്ള പിക്ചേഴ്സ് മാത്രമേ വരത്തുള്ളൂ. സോ അല്ലാതെയുള്ള കാര്യങ്ങളൊന്നും ഷെയർ ആവുന്നത് നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. ഇത് നമ്മളുടെ റീച്ചിനെ കൂടുതലാക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഷെയറിംഗ് ആൻഡ് റിവ്യൂസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾ സെറ്റിംഗ്സിൽ കണ്ടിട്ടാണ്. ഇത് ഈ ഒരു സെറ്റിംഗ്സ് നിങ്ങൾ ഓൺ ആക്കി വെക്കുക. ഇത് എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാല് മറ്റുള്ളവര് നമ്മളുടെ കണ്ടന്റിനെ ഷെയർ ചെയ്യുക. ഈ ഒരു കാര്യം എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ വീഡിയോസിന് ഇരട്ടി റീച്ച് ഉണ്ടാക്കി തരും. 4ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ അക്കൗണ്ടിന്റെ സ്റ്റേറ്റസിലേക്ക് പോയിട്ട് ഈ 2 ഓപ്ഷൻ ഗ്രീൻ ടിക്ക് ആണോ നോക്കുക. ഇത് നിങ്ങളുടെ അക്കൗണ്ടിന്റെ എലിജിബിലിറ്റിനെയൊക്കെ ബാധിക്കുന്ന കാര്യമാണ്. ഇത് കറക്റ്റ് ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് റീച്ച് കാര്യങ്ങളൊക്കെ കൂടുതലും നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം നിങ്ങളുടെ വീഡിയോസിനെ കൂടുതൽ പുഷ് ചെയ്യത്തുള്ളൂ. 5ാമത്തെ സ്റ്റെപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഡേറ്റ യൂസേജ് ആൻഡ് മീഡിയ ക്വാളിറ്റി എന്ന് പറയുന്ന ഒരു സെറ്റിംഗ്സിൽ പോയിട്ട് അപ്ലോഡഡ് ഹയസ്റ്റ് ക്വാളിറ്റി എന്നുള്ള ഓപ്ഷൻ ഓൺ ആക്കി വെക്കുക. നമ്മൾ ഇടുന്ന വീഡിയോസിന്റെ ഫുൾ ക്വാളിറ്റി നമുക്ക് ഇതിനകത്തേക്ക് കിട്ടുന്നതായിരിക്കും. ഇപ്പൊ ലാസ്റ്റ് സ്റ്റെപ്പ്, അതായത് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് സ്റ്റെപ്പ് എന്ന് ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെപ്പോഴും ഇൻസ്റ്റാഗ്രാം തുറന്നിട്ട് നമ്മൾ ചുമ്മാ നമ്മളുടെ ആ ഒരു ലെഫ്റ്റിലേക്ക് സ്ലൈഡ് ചെയ്തിട്ട് നമ്മൾ ഡയറക്റ്റ് അതിനകത്തുനിന്ന് പോസ്റ്റ് ചെയ്യാം. അങ്ങനെ പോസ്റ്റ് ചെയ്യുന്നതിനേക്കാളും ഒരു ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഫഷണൽ ഡാഷ്ബോർഡിലേക്ക് പോയിട്ട് അതിനകത്ത് നമ്മൾ ക്രിയേറ്റേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ബെസ്റ്റ് പ്രാക്ടീസസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് പോയിട്ട് റീച്ച് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് അവിടെ നിങ്ങൾക്ക് ഒരു ക്യാമറ ഐക്കൺ കാണാൻ പറ്റും. ആ ക്യാമറ ഐക്കൺ വഴി നിങ്ങളൊന്ന് അപ്ലോഡ് ചെയ്ത് നോക്കി. എന്നിട്ട് ഇതിനെ പറ്റുവാണെങ്കിൽ നിങ്ങളൊന്ന് ട്രയൽ റേറ്റിലായിട്ടൊക്കെ അപ്ലോഡ് ചെയ്ത് നോക്കും. അങ്ങനെ ആകുമ്പോൾ ഇത് മാക്സിമം ആൾക്കാരുടെ ഇടയിലേക്ക് എത്തുന്നതായിരിക്കും. ചെയ്യുമ്പോൾ എന്താണ് നമുക്ക് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൽഗറിതത്തിന്റെ മാക്സിമം ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് കിട്ടുന്നതായിരിക്കും. അതുകൊണ്ടാണ് ഇതിന് ഇങ്ങനെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ ക്രിയേറ്റേഴ്സും ഇപ്പൊ പറയുന്നത്. ബട്ട് ആക്ച്വലി ഇറ്റ് വർക്ക്സ്. ഞാനും ഈ ഒരു കാര്യം ചെയ്തിട്ട് എനിക്ക് റിസൾട്ട്സ് വന്നുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത്. പിന്നെ ഇതൊന്നും അല്ലാതെ എന്റെ കയ്യിൽ കുറച്ചൊരു 2-3 ബോണസ് ടിപ്സും കൂടി ഉണ്ട് നിങ്ങൾക്ക് വേണ്ടി. നമ്മളിപ്പോ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ആ ഒരു വീഡിയോന്റെ നമ്മൾ ഫുൾ ആയിട്ട് പ്ലേ ചെയ്യാം. ബിഫോർ അപ്ലോഡിങ് അതിന് ഫുൾ ആയിട്ട് പ്ലേ ചെയ്യാം. അത് എത്ര മിനിറ്റ് വീഡിയോ ആണെങ്കിലും ഒരു വട്ടം നിങ്ങൾ അതിനെ കാണുക. അപ്പൊ ഇത് കംപ്ലീറ്റ്ലി പ്രോസസ് ആവും. ഒന്നാമത് നമ്മൾ 4K ആയിട്ടുള്ള വീഡിയോ ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ഇൻസ്റ്റാഗ്രാം എടുക്കില്ല. ഇൻസ്റ്റാഗ്രാമിൽ എപ്പോഴും 1080p ആയിരിക്കും എടുക്കുന്നത്. സോ അത് കംപ്രസ്ഡ് ആവും. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത വട്ടം അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആ വീഡിയോനെ ഫുൾ ആയിട്ട് കാണുക. അതിനുശേഷം നിങ്ങൾ അപ്ലോഡ് ചെയ്യാം. പിന്നെ വേറൊരു ടിപ്പും കൂടി പറയാനുള്ളത്, നിങ്ങൾ എപ്പോഴും ട്രെൻഡിങ് ഓഡിയോസ് യൂസ് ചെയ്യാം. അതിനെന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ വീഡിയോനനുസരിച്ചുള്ള ഓഡിയോ ആയിരിക്കും അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ടാവുക എഡിറ്റ് ചെയ്യുന്ന സമയത്ത്. ഇൻസ്റ്റാഗ്രാമിനകത്ത് നിങ്ങൾക്ക് ട്രെൻഡിങ് ഓപ്ഷൻ കാണാൻ പറ്റും. അതിനകത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു പാട്ട് സെലക്ട് ചെയ്ത്, അതായത് ട്രെൻഡിങ് ആയിട്ടുള്ള പാട്ടുകൾ സെലക്ട് ചെയ്തിട്ട് അതിന് നിങ്ങൾക്ക് കാണാം ഒരു ഗ്രീൻ ആരോ അപ്പിലേക്കാണെങ്കിൽ അതിന് എത്ര വീഡിയോസ് ഉണ്ട് ആ വീഡിയോസിന്റെ നോക്കിയിട്ട് നിങ്ങളുടെ വീഡിയോനകത്തേക്ക് ഈ ഒരു വീഡിയോ ഇടാം. അപ്പൊ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു ചോദ്യമായിരിക്കാം, അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ എന്റെ ഓഡിയോ പോകില്ല. ചെയ്യേണ്ട ആവശ്യമില്ല. ട്രെൻഡിങ് ഓഡിയോസ് നമ്മുടെ എഡിറ്റിനകത്ത് കയറിയിട്ട് ട്രെൻഡിങ് ഓഡിയോസിന്റെ ഓഡിയോ മാത്രം നിങ്ങളൊരു 1 or 2 വെച്ചാൽ മതി. 1 or 2 വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഓഡിയോ പുറത്തേക്ക് വലുതായിട്ട് വരത്തില്ല. ബട്ട് ആ ഒരു ഓഡിയോ ആയിരിക്കും നിങ്ങളുടെ വീഡിയോയിൽ ഉണ്ടാകും. സോ നിങ്ങൾക്ക് ഇത് കുറെ ആൾക്കാരിലേക്ക് എത്താൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഈ ഒരു ഫോട്ടോഗ്രാഫി സീരീസിന്റെ അടുത്ത അപ്ഡേറ്റ് മിസ് ചെയ്യാതിരിക്കാൻ